ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചോര് കേട്ടോ. അപ്പോൾ ഇന്ന് പത്തിരിയും മുട്ട ബട്ടർ മസാലയാണ്. അപ്പോൾ പനീർ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ എഗ്ഗ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരെ പറ്റിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ദേ പത്തിരിക്ക് വേണ്ടി വെള്ളമൊക്കെ വയ്ക്കുക കേട്ടോ. പത്തിരിക്ക് ഒരു ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാട്ടോ പത്തിരിക്ക് വയ്ക്കുക. അങ്ങനെ ദേ അതൊക്കെ വെച്ച് കുറച്ച് ഉപ്പും ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും കുറച്ച് അതിലേക്ക് ആക്കുക. അങ്ങനെ അതവിടെ തിളയ്ക്കാൻ വേണ്ടി വെച്ച് അന്നേരം കൂടി ദേ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ സബോള, തക്കാളി, ഇഞ്ചി, ഈ വെളുത്തുള്ളി അതൊക്കെ അരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ബട്ടർ മസാലയ്ക്ക്. അപ്പോഴേക്കും അത് അരിയാൻ നിൽക്കുമ്പോഴേക്കും തൊലിയൊക്കെ കളഞ്ഞ് വെച്ചു. അരിയാൻ നിൽക്കുമ്പോഴേക്കും ഇത് തിളച്ചു. അപ്പോൾ ഞാൻ ഈ പത്തിരിപ്പൊടിയൊക്കെ അതിലേക്ക് ഇടാണ് കേട്ടോ. പത്തിരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതേ ഈ ടൈപ്പിൽ നമ്മൾ ഇങ്ങനെ കുഴച്ച് ഈ പരിവാക്കി ഇറക്കി വയ്ക്കണത്. ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇതേ വെളിച്ചെണ്ണ ഒഴിച്ച് ശരിക്കും ബട്ടറാണ് ഇടുക. ഇവിടെ അമ്മയ്ക്ക് പറ്റാത്ത കാരണം ആദ്യം ബട്ടർ ഒഴിച്ച് ഇതേ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുക, പിന്നെ സബോള ഇടുക. അതിങ്ങനെ ആയിട്ട് വരുമ്പോൾ കുറച്ച് മുളകും പൊടി ഇടുക. അതേ ഈ ഒരു ടൈപ്പ് വരുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇളക്കുക. അതിന് ശേഷം കാഷ്യൂ കുറച്ച് ഇടുക. അത് എത്ര വേണമെങ്കിലും ഇടുക കേട്ടോ. അതൊക്കെ ഇങ്ങനെ മിക്സിയിൽ അടിച്ച് ഈ ടൈപ്പിലാക്കി വയ്ക്കുക. അങ്ങനെ ഇത് പത്തിരി അപ്പോൾ ഞാൻ വേറെ വലിയ പാത്രത്തിൽ വെച്ചിട്ട് കുഴയ്ക്കാനുള്ള പരിപാടി കേട്ടോ. അങ്ങനെ ആ അരച്ച് വെച്ച് മിക്സ് നമ്മൾ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതൊഴിക്കണം. ഞാൻ ബട്ടർ ഇട്ടിട്ടില്ല, അമ്മയ്ക്ക് ഉള്ള കാരണം ബട്ടർ ഇപ്പം ഇട്ടിട്ടില്ല കേട്ടോ. അമ്മ കഴിക്കില്ല ബട്ടർ. അപ്പോൾ അത് നമ്മളൊരു 20 മിനിറ്റ് സ്ലോയിൽ ഇങ്ങനെ അവിടെ കിടക്കണം. ആ നേരം കൊണ്ട് ഞാൻ പത്തിരി ഇങ്ങനെ കുഴയ്ക്കണം കേട്ടോ. കുഴച്ചിങ്ങനെ ഉരുവാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കസൂരി മേത്തി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ പൊടിച്ച് വെക്കണം. നമ്മളത് കഴിഞ്ഞിട്ട് മസാലപ്പൊടി കുറച്ച് അതിലിടണം. അതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ സ്ലോയിലിട്ട് കുക്ക് ചെയ്തിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ മസാലപ്പൊടി ഇടണം. അതിന് ശേഷം കസൂരി മേത്തി ഇത് ആക്കി വെച്ചത് ഇങ്ങനെ പൊടിച്ചിട്ടുണ്ടായിരുന്നു, അതും അതിലേക്ക് ഇടാം കേട്ടോ. അങ്ങനെ ഇതേ പത്തിരിയൊക്കെ ഞാൻ സെറ്റാക്കണം കേട്ടോ. ഇതിൽ ചെറിയ തരികളുണ്ട് ഗൈസ്. അതായത് വീട്ടിൽ പൊടിപ്പിച്ച പൊടിയായിരുന്നു. അത് വീട്ടിൽ പൊടിപ്പിക്കണേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ അജ്മീര പൊടിയൊന്നും വേണമെങ്കിൽ ഇതിനേക്കാൾ സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ബട്ടർ മസാല അവിടെ ആയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഗരം മസാലയും കസൂരി മേത്തി മാത്രമാണ് ഇട്ട്, പിന്നെ നമ്മൾ എക്സ്ട്രാ ഇട്ടുള്ളൂ പഞ്ചസാരയും കുറച്ചിടും. അതിന് ശേഷം ദേ മുട്ടയൊക്കെ അതിലേക്ക് ഇട്ടു കേട്ടോ. അങ്ങനെ ദേ പത്തിരിയൊക്കെ ഞാനിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുക. മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബട്ടർ ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ബട്ടർ നിങ്ങൾ നേരത്തെ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ അമ്മയ്ക്കുള്ള മുട്ടക്കറി മസാല ഞാൻ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ബട്ടർ ഇടുന്നത്. അതിന് ശേഷം ഇതേ മക്കളുടെ ടിഫിൻ ബോക്സിൽ നിന്ന് 2 പേർക്കും 3 പേർക്കും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട്, 2 പേര് സ്കൂളിൽ നിന്നാണ് കഴിക്കാറ്, പക്ഷെ അവർക്കും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവർക്ക് റെഡിയാക്കണം കേട്ടോ. അവർ നോൺ മീലിൽ പേര് കൊടുത്ത കാരണം അവിടെ നിന്നാണ് കഴിക്കാറ്. ഇടയ്ക്ക് വല്ലപ്പോഴുമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുക. അപ്പം ഇങ്ങനെ കൊണ്ടുപോകട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ആരാധിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പോകാനുള്ള പരിപാടി കേട്ടോ. ആദ്യം മോനെ അമ്മ വാരി കൊടുക്കുക. അങ്ങനെ ദേ അമ്മലി എന്നോട് ടാറ്റൊക്കെ പറഞ്ഞ് പോയി. മറ്റവരൊക്കെ ദേ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായിട്ട് സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു കേട്ടോ. ആ നേരത്തെ അമ്മ ഇവിടെ നിന്ന് കഴിക്കുന്നു കേട്ടോ. അങ്ങനെ ദേ അവരൊക്കെ പോയി. അതിന് ശേഷം കുറച്ച് തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടാണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് ഞാൻ സെറ്റാക്കണം. അത് കഴിഞ്ഞിട്ട് തുടച്ചു, എല്ലായിടും ഒന്ന് തുടച്ചെടുത്തു. എന്നും തുടച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 2 ദിവസമൊക്കെ തുടയ്ക്കാണ്ട് വിട്ട് കഴിഞ്ഞാൽ ഒരു ആകെ പിള്ളേഴ്സുള്ള കാരണേ അങ്ങനെ എല്ലായിടും തുടച്ചെടുക്കട്ടെ. ഇത് ഈ മോപ്പ് 2 മോപ്പുണ്ട് എനിക്ക്. പക്ഷേ ഈ മോപ്പ് കൊണ്ട് തുടയ്ക്കുമ്പോൾ ഇത്തിരിയും കൂടി നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. മറ്റേ മോപ്പ്, അപ്പോൾ ഈ മോപ്പ് ഇതൊന്ന് പെട്ടെന്ന് കേടാവും ഇങ്ങനത്തെ മോപ്പ്. പക്ഷേ ഈ മോപ്പ് കൊണ്ട് തുടയ്ക്കുമ്പോൾ നമുക്ക് നല്ല ക്ലീനായിട്ട് ഇങ്ങനെ മുടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ക്ലിയറായിട്ട് ഇങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി അടുക്കള ഒന്ന് സെറ്റാക്കിയിട്ട് അടുക്കളയും തുടയ്ക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് ആ ഗ്യാസിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ അവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ നമ്മൾ കറികൾ വെക്കുമ്പോൾ ഇങ്ങനെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തുടക്കി കേട്ടോ. നമ്മൾ ബട്ടർ മസാല ആകുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ തുടച്ച് വൃത്തിയാക്കുകയാണ്. ഗ്യാസൊക്കെ തുടച്ച് വേഗം പണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് കഴിയില്ലേന്ന് വിചാരിച്ചിട്ട് പിള്ളേർ പോയ വശം ഞാൻ ഇതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കുള്ള കറി അമ്മ വയ്ക്കും. അപ്പോൾ അമ്മ കയറാൻ നിൽക്കുന്നേ. അമ്മ കയറിയിട്ട് പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ റേഷൻ കടയിലത്തെ അരിയാണ്. അപ്പോൾ തിളച്ച വെള്ളത്തിൽ കഴുകിയിട്ട് അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഗോവയ്ക്ക് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് ഗോവയ്ക്ക് അരിയാം കേട്ടോ. അപ്പോൾ അതിന് ഒരു ചീഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് പച്ചമുളക് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. സിമ്പിൾ ഗോവയ്ക്ക് ഉപ്പേരിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഗോവയ്ക്ക് പ്രോട്ടീനല്ല, അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല ലേഞ്ചൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ദേ ഗോവയ്ക്കൊക്കെ അതിലേക്ക് ഇട്ട് ഗോവയ്ക്ക് മൊത്തം നമ്മൾ ഇളക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് സ്ലോയിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാവും കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. അപ്പം അപ്പോൾ ഒരു 12:30 1 മണിയൊക്കെ ആവാറണയൊക്കെ മുമ്പ് ഞാൻ ലഞ്ച് കഴിക്കും കേട്ടോ. അപ്പോൾ പയറുപ്പേരിയും
ഗോവയ്ക്കുപ്പേരിയും പിന്നെ അച്ചാർ അമ്മ കൊടുത്താച്ച അച്ചാറാട്ടോ. പപ്പടമായിട്ടുള്ള സിമ്പിൾ ലഞ്ചായിരുന്നു കേട്ടോ. സിമ്പിളായാലും പവർഫുള്ളാണ് കേട്ടോ ഗൈസ്. കാരണം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് കുറച്ച് കഴിയുമ്പോഴേ പ്രേക്ഷേട്ടൻ വരുന്നു. പ്രേക്ഷേട്ടൻ ഇങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടോ വരവ്. പ്രേക്ഷേട്ടൻ വരുമ്പോൾ പിള്ളേർക്ക് സാൻഡ്വിച്ചും പിന്നെ മുരിങ്ങക്കായ വില കുറവിന് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അങ്ങനെ പ്രേക്ഷേട്ടനും ഫുഡ് കൊടുത്തു. അപ്പോൾ ആരാധ്യമോൾ കരഞ്ഞിട്ട് വരുന്നു ഗൈസ്. ഞാൻ ചോദിച്ചാൽ എന്താണോ കരയണമെന്ന് നോക്കുമ്പോൾ എന്താ അവളുടെ A+ ബാഡ്ജ് ഇന്ന് PT കളിക്കുമ്പോൾ പോയിന്ന്. ഇന്ന് ട്രോഫിയൊക്കെ കിട്ടിയിട്ടേ വരണിട്ട്, എന്നിട്ടും കരച്ചിലായിരുന്നു. അങ്ങനെ ഇത് മക്കൾക്ക് ആ സാൻഡ്വിച്ച് കൊടുത്തു. പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അപ്പോൾ അത് പാലൊക്കെ ഒഴിച്ച് അത് ജ്യൂസ് അടിച്ച് അതും കൊടുത്തു. അമൽമോൻ ട്യൂഷന് പോണേ. അപ്പോൾ പിള്ളേഴ്സിന് ജ്യൂസ് കൊടുത്തോടുകൂടി ആ സോഫയമത്തെ കഴിക്കൽ മാറ്റിയിട്ട് ഇതുമ്മക്കിരുന്ന് കഴിച്ചു. അങ്ങനെ നമ്മൾ ട്യൂഷനൊക്കെ പോകും. ട്യൂഷന് അവൻ്റെ കാല് വേദന ഉണ്ടായിരുന്നു നമ്മുടെ ഫുട്ബോൾ കളിച്ചിട്ട്. അപ്പോൾ ഓട്ടോ ഏൽപ്പിച്ച് ട്യൂഷന് പോകാൻ സൈക്കിളുമ്പോൾ പോകാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഓട്ടോയിലാണ് പോണത്. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അമ്മ വിളക്കൊക്കെ വയ്ക്കാൻ കേട്ടോ. ആ നേരത്ത് ഞാൻ കുളിച്ച് സെറ്റാവാണ്. അപ്പോൾ പിള്ളേർക്കും കുളിപ്പിക്കണം, തലയൊക്കെ കുളിക്കണമല്ലോ അമ്പലത്തിൽ പോകുമ്പോൾ. അങ്ങനെ പ്രേക്ഷേട്ടൻ കാറൊക്കെ എടുത്ത് ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലാട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ അടുത്ത് തന്നെ കേട്ടോ, കുറച്ച് വഴിയുള്ള ഞാൻ ചെറുഗുരുവായൂരെന്നാണ് പറയാം കേട്ടോ. കണ്ടോ, നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ പോലെ തന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലുള്ള പോലെ തന്നെ ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ വഴിക്കൊക്കെ പോയി ഞങ്ങൾ അമ്പലത്തേക്ക് കയറുകയുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ ചെറുഗുരുവായൂരപ്പം എനിക്ക് ഭയങ്കര വിശ്വാസമാട്ടോ ഇവിടെ. അങ്ങനെ അവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുക കേട്ടോ. അങ്ങനെ സ്വാമീനൊക്കെ തൊഴുത് ഞങ്ങൾ വലം വയ്ക്കുകയാണ്, ഉള്ളിൽ തന്നെ വലം വയ്ക്കുക കേട്ടോ. അപ്പോൾ ആദ്യമോൻ കുറിയിട്ട് തരാൻ പറഞ്ഞിട്ട് ഞാനാണ് കേട്ടോ ഇവർക്കൊക്കെ കുറിയിട്ട് കൊടുക്കണ ആൾ. അങ്ങനെ ഞാൻ പൂവൊക്കെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ വരിക കേട്ടോ. അങ്ങനെ ദേ പുറത്തിറങ്ങിയിട്ടും പൂവൊക്കെ വയ്ക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ കാറിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു ഗരുഡൻ ഇതൊക്കെ ഉണ്ട്. അവിടെ ഒന്നും കൂടിയും പോയി നമ്മൾ കഴിഞ്ഞ് വരുമ്പോൾ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങി വരുമ്പോൾ നമ്മൾ അവിടെ ഒന്നും കൂടിയും തൊഴുട്ടാം. അത് കഴിഞ്ഞ് നേരെ അമലൂനെ എടുക്കാൻ പോയി. അമലൂനെ എടുത്തിട്ട് ഞങ്ങൾ ഈ ബേക്കറി ഒരു ഫുഡ് ദോശ എന്തെങ്കിലും സിമ്പിളായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ വന്നാട്ടോ. അങ്ങനെ ഞങ്ങളിതേ കഴിക്കാൻ കയറി. ദോശ കോഫിയൊക്കെയാണ് കേട്ടോ. പിള്ളേഴ്സിനൊന്നും വിശക്കണില്ല, അവർക്കിപ്പോൾ വേണ്ടാന്നിട്ട് കുറച്ചൊക്കെ അവർ കഴിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ അവർ ബേക്കറിയിൽ ആ മിഠായി വാങ്ങിക്കണം, മിഠായി വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണം കേട്ടോ ഗൈസ്. അത് വാങ്ങിച്ചായോ എന്നൊക്കെ പറഞ്ഞിട്ട്. അമൽമോൻ കുറച്ചേ കഴിക്കുള്ളൂ, ഇപ്പോൾ ഡയറ്റാന്ന് പറഞ്ഞിട്ട് കഴിക്കൽ കുറവാണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഇനി അമൽമോനൊരു ബൂട്ട് വാങ്ങിക്കാണ്ട് ഗൈസ്. അപ്പോൾ ബൂട്ട് വാങ്ങിക്കാനുള്ള പരിപാടിയാണ്. ബൂട്ട് ഇടാണ്ട് ഇന്നലെ കളിച്ചിട്ടാണ് അവന് വയ്യാണ്ടായത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത് കുന്നംകുളത്തേക്ക് പോവാണ് കേട്ടോ ബൂട്ട് വാങ്ങിക്കാൻ. അങ്ങനെ ഒരു കടയിൽ, സ്പോർട്സിൻ്റെ ഒരു കടയിൽ വന്ന് അവിടെ ബൂട്ടൊക്കെ കണ്ട് അവനിഷ്ടമായി. ഒരു വൈറ്റ് ബൂട്ടാണ് കേട്ടോ അവനിഷ്ടമായത്. അപ്പോൾ വേറെ ഞാനൊരു ബ്ലാക്ക് പോലത്തെ കണ്ടു, ചളിയാവില്ലോ പറഞ്ഞിട്ട് അതൊന്നും ആൾ സമ്മതിച്ചില്ല. അങ്ങനെ അത് വാങ്ങിച്ച് ഞങ്ങൾ ചാട്ടോളം വഴി ഇങ്ങനെ തിരിച്ച് പോരുകയാണ് കേട്ടോ. അത് മമ്മിയൂരും ആ വഴിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് പോരണത്. അങ്ങനെ നമ്മുടെ മമ്മിയൂർ അപ്പൻ്റെ ഇതൊക്കെ നടയൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അനിയൻ്റെ വീട്ടിലെത്തി. അനിയൻ്റെ മോൾക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളൊന്ന് കാണണമെന്ന് വിചാരിച്ച് അവിടെ എത്തി. അപ്പോൾ പിള്ളേരൊക്കെ ചെന്നുടനെ കളി തുടങ്ങിയിട്ടാണ് ഗായ്സ്. അങ്ങനെ അവരൊക്കെ കളിക്കുകയാണ്. അവരോടൊക്കെ ടാറ്റ പറഞ്ഞു പോകുന്നു. ഓക്കെ ഗായ്സ്.